ഹായ്, ആദ്യം തന്നെ പറയാം, ഇത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ഒരു നിർബന്ധവുമില്ല. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഫേസ്ബുക്കിൽ 2 ലക്ഷത്തിന്റെ പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അധിക പേരും കംപ്ലൈന്റ് പറയുന്നത് ഈ വൃത്തിയില്ല, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെയാണ്. അപ്പൊ ഇതാണ് സംഭവം. ഈ ഐറ്റത്തിന്റെ പേര് ഞങ്ങൾ അവിടേക്ക് പറയുന്ന എരുന്ത് എന്നാണ്. അപ്പൊ എരുന്ത് എന്ന് പറയുന്ന കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ എരുന്ത് എന്നാണ് പറയാ. ഇത് ചെറിയൊരു കക്കയാണ്. കക്ക ഞങ്ങളവിടെ എരുന്ത് എന്ന് പറയും. ഇത് ക്ലീൻ ചെയ്യാണ് ഞങ്ങൾ. വൃത്തിയാക്കി അതിലുള്ള കേട് മൊത്തം കളഞ്ഞ് നല്ലതുപോലെ കഴുകി സംശയം തോന്നുന്ന കക്ക എറിഞ്ഞു പൊട്ടിച്ചു നോക്കും. പക്ഷെ അതിലൊക്കെ ഇറച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്, കേട് അധികം ഉണ്ടായിരുന്നില്ല. ഇത് പുഴയിലുണ്ടാവുന്നതാണ്, മറ്റേത് കക്ക കായലുണ്ടാവുന്നല്ല. ഈ എരുന്ത് പുഴയിലുണ്ടാവുന്നതാണ്. അങ്ങനെ ഇതേ വൃത്തിയാക്കിയിട്ട് നല്ലപോലെ കഴുകി അവസാനം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കും. തിളപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത് തുറന്നു വരികയാണ്. തുറന്നു വന്നിട്ട് നല്ലപോലെ ഇളക്കുമ്പോൾ വല്ല കേടുണ്ടെങ്കിൽ അത് അടിയിൽ വീണോളും. പക്ഷെ കേടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ കോഴിക്കോട് ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു തോട് കറി അല്ലെങ്കിൽ എരുന്ത് കറി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം അറിയാം. ആ നാട്ടിലൊക്കെ എല്ലാവരും ഇത് വെക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ ഈ ഒരു വെള്ളം എടുക്കും കേട്ടോ. അതിലാണ് ബാക്കി സംഭവങ്ങളൊക്കെ, മുളക് പൊടി, മഞ്ഞപ്പൊടി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് തിളപ്പിക്കണം, ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഇത് ഓരോ നാട്ടിലേക്കും ഓരോ പോലെയല്ലേ വെക്കുന്നത്. കമന്റ് പറയുന്നവർ അതൊന്ന് ചിന്തിക്കണ്ടേ. അപ്പൊ എന്തായാലും ഞങ്ങളെ നാട്ടിലേക്ക് ഇത് ഇങ്ങനെ വെക്കും. ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട്. ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ ഇത് ചെറുതായതുകൊണ്ട് ഇതിന്റെ കേട് കളയാനൊന്നും ഇല്ല. വലിയ കക്കയൊക്കെ ആണെങ്കിലല്ലേ കേട് കളയാനുള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ വെച്ച് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പൊ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. എന്നിട്ടാണ് അതിൽ വെക്കുന്നത്. പിന്നെ ഓരോ നാട്ടിൽ കണ്ടില്ലേ, മലേഷ്യയിലും തായ്ലാൻഡിലൊക്കെ പോകുന്ന പുഴുവിനെ കഴിക്കുന്നു, ഞണ്ടിനെ കഴിക്കുന്നു, വണ്ടിനെ കഴിക്കുന്നു, എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ കഴിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഇതിപ്പോ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. കഴിക്കാതെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ കഴിക്കാതെ കുറ്റം പറയാനും പറ്റില്ല, കാരണം അത് കഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ അതിന്റെ ടേസ്റ്റ് എന്താന്ന്. അപ്പൊ അവരെ കുറ്റം പറയുന്നവരെ കുറ്റം നമ്മൾ പറയുന്നുമില്ല. വെറുതെ എന്തിനാ ഇങ്ങനെ കമന്റ് വന്ന് ഇടുന്നതെന്നേ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ദേ അതിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പം ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പം സാധാ ഈ ഒരു മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് തേങ്ങയൊക്കെ അരച്ച് ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത്. പക്ഷേ ഈ ഒരു വെള്ളത്തിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പം ചളി കേട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ ചളി കട്ടയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല എരുന്തായിരുന്നു. അപ്പം കട്ട ഈ കായലിലൊക്കെ ഉണ്ടാവുന്നതിൽ ചളി ഉണ്ടാവുമായിരിക്കും, അതെനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയൊന്നും അധികം ചളി കണ്ടിട്ടില്ല. അങ്ങനെ ഇതേ തിളച്ച് ഇപ്പൊ കുറച്ച് ഉലുവപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ടത് അതിലേക്ക്. ഉലുവപ്പൊടി ഇട്ട് ഇതേ കണ്ടോ, ഇതൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. കേടുള്ളത് വല്ലതും കാണുന്നുണ്ട് അതിൽ. ഇനി ആ എരുന്തിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ കിടന്നൊന്ന് തിളയ്ക്കണം. ഈ വേണ്ടവർ മാത്രം ഈ വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഈ ഒരു ഇത് ഇങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് മാറ്റിയിട്ട് എടുത്താൽ മതി. അപ്പം ഓരോരുത്തർ പറഞ്ഞ എന്താ വെച്ചാൽ, ഞങ്ങൾ അങ്ങനെ തന്നെ തിളപ്പിച്ച് ആ വെള്ളത്തിൽ തന്നെ മൊത്തത്തിൽ വെച്ച് അങ്ങനെ വെച്ചെന്നാണ്. പക്ഷെ തിളപ്പിച്ച് വെള്ളം മാറ്റി നോക്കി, അതിൽ കേടുണ്ടോ നോക്കി, മണലുണ്ടോ നോക്കി, ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ കുറച്ച് പേര് പറഞ്ഞു ഈ തോട് കടിച്ചു പൊട്ടിച്ച് കഴിക്കുമെന്നൊക്കെയാണ്. പക്ഷെ ഈ തോട് കറി വെക്കുമ്പോൾ തോട് ഇട്ടിട്ടല്ലേ വെക്കുക. അതിൽ നിന്ന് ഈ ഇറച്ചി എടുത്ത് കഴിക്കാൻ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. പുളി ഒഴിക്കുന്നില്ല, തക്കാളിൻ്റെ പുളി മാത്രമാണ് കേട്ടോ. ഇനി ഇതേ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് കൂടുതൽ നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. മീൻകറി നമ്മൾ അങ്ങനെ പച്ച തേങ്ങ അരയ്ക്കുമ്പോൾ കൂടുതൽ നേരം തിളപ്പിക്കൂലല്ലോ. നമ്മളിവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഒന്ന് പച്ച തേങ്ങ അരയ്ക്കുന്ന കറി ഉണ്ടാക്കാറുണ്ട്, മീൻകറി. ഇവിടെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ ഇവിടെ പിന്നെ നേരത്തെ അരച്ച് ചേർത്ത് അതൊന്ന് വറ്റി കുറുകി വരുമ്പോഴാണ് ബാക്കി മീനൊക്കെ ഇടുന്നത്. പക്ഷെ നമ്മളവിടെ പച്ച തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. ആ ഒരു ഐറ്റം കേട്ടോ. എൻ്റെ വീട് കോഴിക്കോടാണ്, ഏട്ടൻ്റെ വീട് മലപ്പുറം. ഞങ്ങൾ 2 കൂട്ടരും ഇത് കഴിച്ചിട്ടുണ്ട്. ചെറുതാകുമ്പോഴും ഒക്കെ കഴിച്ചതാണ്, വീട്ടിലുണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇതേ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഒന്ന് വറവിടണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് അത് നമ്മളെ ഈ ഒരു കറീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകം പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. ഞങ്ങൾ അവിടേക്ക് എല്ലാവർക്കും ഇത് താല്പര്യമാണ്, ഇഷ്ടമാണ്, കഴിച്ചിട്ടുമുണ്ട്. ഇതേപോലെ കോഴിക്കോട് ഭാഗം അല്ലെങ്കിൽ മലപ്പുറം സൈഡിലുള്ളവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. ഇനി ഇത് കണ്ടിട്ടും കഴിച്ചിട്ടും ഇല്ലാത്തവർ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് വെറുതെ എരുന്ത് തോട് കറി എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ കാണാം കുറേ വീഡിയോസ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.